അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പോപ്പുലർ ടയേഴ്സ് എന്ന ഷോപ്പിലാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ തൈക്കാടാണ്. തൈക്കാട് നമ്മുടെ ഹോസ്പിറ്റലിൽ അടുത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ തമ്പാനൂരിൽ നിന്ന് വരുമ്പം തമ്പാനൂരിൽ നിന്ന് തൈക്കാട് എത്തി അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വരുന്നത്. പോപ്പുലർ ടയേഴ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അത്യാവശ്യം ടയേഴ്സൊക്കെ ഉണ്ട്. അപ്പോളോ ഉണ്ട്, സിയറ്റ് ഉണ്ട്, ബ്രിസ്റ്റോൺ ഉണ്ട്. നമ്മുടെ സിയറ്റിനെ എടുത്തത് കുറച്ച് ബഡ്ജറ്റോടെ നോക്കി എടുത്തതാണ് സിയറ്റിന്. പിന്നെ അൺകണ്ടീഷണൽ വാറൻറ്റിയൊക്കെയാണ്. അപ്പോൾ ബില്ലൂടെ വാങ്ങിക്കണം. എന്തായാലും നമ്മുടെ ടയറൊക്കെ രണ്ടെണ്ണം ഫിക്സ് ചെയ്യണം. പിന്നെ ബില്ലൂടെ വാങ്ങിക്കണം അടുത്ത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ടയറിൻ്റെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയൊന്നും വെച്ച് വണ്ടിയൊന്നും ഓടിക്കുക സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാലും നമ്മൾ ഇടയ്ക്കിടെ തിടുമായിരുന്നു. അപ്പോൾ വേറെ ഒരു 2 ടയർ പുതിയത് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഓൾട്ടോയുടെ ടയറാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ഒരു ടയറിൻ്റെ അവസ്ഥയാണ്. ഫുള്ള് ഗ്രിപ്പൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ 2 ടയർ ഒരുമിച്ച് മാറണം. ഇതിലും ചെറിയ കാറ്റ് നമ്മൾ എയർ അടിച്ചിട്ട് നിൽക്കുന്നില്ല. ചെറിയ പഞ്ചറൊക്കെ എന്തുകൊണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കടകളൊന്നും കൂടുതലില്ല. അടുത്തത് C8-ൻ്റെ ടയറാണ്. ഓൾട്ടോയുടെ വരുന്നത് 140 80 12 അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഏകദേശം നമ്മൾ 2 ടയർ എടുക്കുന്ന പോലെ അത്യാവശ്യം ഡിസ്കൗണ്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ടയർ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച കൂടെ ആണ്ട് കടകൾ കുറവാണ്. പിന്നെ ഞാൻ 2 കടകളിൽ പോയി. എന്നാലും നല്ലൊരു ഡിസ്കൗണ്ട് പറഞ്ഞ് ഈ ഷോപ്പിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ തന്നെ വന്നത്. അപ്പോൾ ആദ്യം ഇവിടെ റേറ്റ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതെന്തായാലും തിരിച്ചിവിടെ തന്നെ വന്നു. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ സ്റ്റെപ്പിൻ്റെ റിമ്മാണ് ഇപ്പോഴത്തെ ഫ്രണ്ടിലിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയും ആയിട്ട് നല്ലൊരു കളക്ഷൻ ടയർ തന്നെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല എല്ലാ സൈസിലുള്ള ടയേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ എപ്പോഴും പുതിയ വീലിടുമ്പോൾ പുതിയ ടയർ മാറ്റി ഫ്രണ്ടിൽ തന്നെ ഇടുക. അപ്പോൾ അത് വീൽ റൊട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് ടയർ റൊട്ടേഷനോടെ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ എടുത്ത് ബാക്കിലാണ് ഇടുന്നത്. അതുപോലെ പുതിയ ടയർ നമ്മൾ 2 ടയറും ഫ്രണ്ടിലാണ് ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ റിമ്മിൽ പുതിയ ടയറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നുള്ള മെഷീനാണിത്.
എന്തായാലും ഇത് നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന ടയറാണ്. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റിപ്പിനി ആക്കാൻ പോകണം. സ്റ്റിപ്പിനിൻ്റെ അടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ ടാഗും കൂടെ ഇട്ടിട്ട്, ടാഗ് ഇട്ടില്ല പ്രശ്നം ചിലപ്പോൾ ഈ നമ്മുടെ ടയറിൻ്റെ വീൽ കവർ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാഗും കൂടെ ഇട്ടിട്ടുണ്ട്. ചില ഷോപ്പിൽ ഇട്ട് തരുമൊന്നുമില്ല. അപ്പോൾ ഇവരെന്തായാലും നമ്മൾ പറയാൻ ടാഗൊക്കെ ഇട്ട് ക്ലിയർ ആക്കി തന്നിട്ടില്ല. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. കുറേ നേരം ഇറങ്ങിയിട്ട് അപ്പോൾ ടയർ മാറ്റാൻ വേണ്ടി നമ്മൾ ടയർ ഇടയ്ക്ക് സെക്കൻഡ്സ് ടയർ പോയി തകരപ്പറമ്പിലൊക്കെ സെക്കൻഡ്സ് കിട്ടും. അപ്പോൾ സെക്കൻഡ്സ് 2-3 കടയ്ക്ക് ഒരു സെക്കൻഡ്സ് ടയറൊക്കെ അന്വേഷിച്ചായിരുന്നു. സംഭവം ഒരു ടയർ എടുത്തു. നമ്മൾ സെക്കൻഡ്സിൽ കൂടുതൽ വരുമ്പോഴും 1200 രൂപയ്ക്കാണ് പറഞ്ഞത്. നമുക്ക് പുതിയ ടയറിന് നേരെ പാതി പൈസയ്ക്ക് കിട്ടും. പക്ഷേ ഇതിന് വാറണ്ടിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പുതിയ ടയർ എടുക്കാൻ അൺകണ്ടീഷണൽ വാറണ്ടി, അങ്ങനത്തെ ഒത്തിരി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ടയർ അങ്ങനെയൊന്നും കിട്ടത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 1500 ലാഭത്തിനൊക്കെ ഇപ്പോൾ എടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ആ ടയറിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്ക് വാറണ്ടി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം ഞാൻ സജസ്റ്റ് നമ്മൾ അത്യാവശ്യം പുതിയ ടയർ ഇടുന്നത് തന്നെ ആയിരിക്കും വണ്ടിക്ക് നല്ലത്. നമ്മുടെ സേഫ്റ്റിക്കൊക്കെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പുതിയ ടയർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ അത്ര ബഡ്ജറ്റില്ല, അത്ര പ്രശ്നമാണെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ്സ് ടയർ എന്ന ഓപ്ഷൻ നോക്കും. ഞാൻ 2-3 ഷോപ്പിൽ കയറി നോക്കിയായിരുന്നു. സെക്കൻഡ്സ് നോക്കി ഒരു ടയർ മിക്കവാറും വരുന്ന ഇയർ ഓഫ് മാനുഫാക്ചറിങ് മിക്കവാറും ഒരു 5 വർഷം ഒക്കെ ബാക്കിലോട്ടുള്ളൂ. 2018, 2019 ടയറൊക്കെയാണ് നമുക്ക് മിക്കവാറും നമ്മുടെ ഈ സെക്കൻഡ്സിലൊക്കെ വരുന്നത്. പിന്നെ എന്തായാലും ലാസ്റ്റ് നമ്മൾ കുറേ തപ്പി വേറെ 2 കടലൊക്കെ റേറ്റൊക്കെ തിരക്കി നമ്മൾ പോപ്പുലർ ടയർസിൽ വന്നത്. അപ്പോൾ എന്തായാലും നല്ല സർവീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ടയറിൻ്റെ റിക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പുലർ ടയർസിൻ്റെ കോൺടാക്ട് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ടയറിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് ഇതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു സർവീസ് തന്നെയാണ്. നമ്മളെന്തായാലും 4 ടയറൊക്കെ പെട്ടെന്ന് മാറ്റി സ്റ്റെപ്പിനെയൊക്കെ മാറ്റിയിട്ട് തന്നു. പിന്നെ അതിൽ നമ്മുടെ ട്യൂബിൻ്റെ ഒരു നെക്ക് മാറ്റി. അത് ചേട്ടൻ ഡിസ്കൗണ്ട് എടുത്ത് ലാസ്റ്റ് തന്നു. നമ്മൾ ടയറിൻ്റെ പൈസ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ എന്തായാലും എനിക്ക് നല്ല ഒരു 2-3 ഷോപ്പിൽ ഞാൻ തിരക്കിയായിരുന്നു. എന്ന് വെച്ചാൽ വില ഇതിനേക്കാളും കൂടുതലൊക്കെയാണ് പറഞ്ഞത്. ഒരു ലാസ്റ്റ് നല്ല റേറ്റിൽ തന്നെയാണ് ടയർ തന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.